ആ നേരത്തെ പരിഭ്രാന്തിയിൽ ആദ്യം തോന്നിയത് പോലീസിന് വിവരം അറിയിക്കാനാ. ഞാൻ വിളിച്ച് വിവരം പറഞ്ഞു. പക്ഷെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച ആ കോളിന് തൊട്ടു മുൻപും അതിനുശേഷവും ജനാർദ്ദനൻ ഒരു മൊബൈലിലേക്ക് വിളിച്ചിരുന്നല്ലോ, അതാരെയാ? അത് പിന്നെ എന്റെ ഭാര്യ ലളിതാബായിയുടെ നമ്പറാ. സത്യത്തിൽ അവളാ എന്നോട് പോലീസിൽ വിവരം അറിയിക്കാൻ പറഞ്ഞത്. ഭാര്യ എന്ത് ചെയ്യുന്നു? അവളൊരു ആയുർവേദ ഹോസ്പിറ്റൽ നടത്തുക, പൂങ്ങുന്നതിനടുത്ത് ലളിതാബായ് ആയുർവേദ സെന്റർ. ഓക്കെ. വിമലിന് നൽകാനുള്ള പണം എവിടുന്നാ കിട്ടിയത്? അത് പിന്നെ എന്റെ ഭാര്യയുടെ പേരിലുള്ള ഹോസ്പിറ്റൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ച് കിട്ടിയത്. ഏത് സ്വകാര്യ സ്ഥാപനം? റെഡ്ഡിയർ ഫൈനാൻസിയേഴ്സ്. എന്താ പണം വാങ്ങിയത്? അത് അന്ന് തന്നെ ആ പയ്യൻ മരിച്ച ദിവസം, അതായത് മെയ് 5-ന്. റെഡ്ഡിയർ ഫൈനാൻസിയേഴ്സിന്റെ നമ്പർ എന്ന് പറഞ്ഞു പറയൂ. 0487. എനിക്ക് നല്ല ഓർമ്മയില്ല മാഡം. മൊബൈലിൽ ഫീഡ് ചെയ്തിട്ടുണ്ടാവും, ഒന്ന് നോക്കിയേ. 263355. അപ്പൊ കാണാപ്പാട് അറിയാവുന്ന നമ്പറാ, അറിയില്ല എന്ന് പറഞ്ഞതല്ലേ? ഹലോ, റേഡിയോ ഫൈനാൻസസ്. ദിസ് ഇസ് നന്ദിനി വർമ്മ ഫ്രം CBI. മെയ് 5-നോ അതിനു മുൻപോ അങ്ങനെ ഒരു ലോൺ മിസ്റ്റർ ജനാർദ്ദനൻ എടുത്തിട്ടില്ല. പിന്നെ ഇവിടുന്ന് വിമലിന് കൊടുക്കാനുള്ള പണം കിട്ടിയത്? അത് ഞാൻ പറയാം. 10 ലക്ഷം രൂപയായിട്ട് ചെല്ലാമെന്ന് പറഞ്ഞിട്ട് താൻ പണമില്ലാതെ പോയി വിമലിനെ വകവരുത്തി ആ ഫോട്ടോസ് കൈക്കലാക്കുകയായിരുന്നു ലക്ഷ്യം. അവിടെ എത്തിയപ്പോ കണ്ടത് സഞ്ജനയുടെ കുത്തേറ്റ് കിടക്കുന്ന വിമലിനെ. പിന്നെ എല്ലാം എളുപ്പം കഴിഞ്ഞു. വിമലിനെ കൊന്നിട്ട് സഞ്ജന അയാൾക്ക് കൊടുത്ത പണവുമായി ഈ ജനാർദ്ദനൻ പോന്നു. ഇല്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഞാൻ ആ പണം കണ്ടിട്ട് കൂടിയില്ല. നിഷേധിക്കണ്ട. സംഭവം നടന്നതിന്റെ പിറ്റേന്ന്, അതായത് മെയ് 6-ന് റെഡ്ഡിയർ ഫൈനാൻസേഴ്സിൽ തന്റെയും മഞ്ഞപത്രം ഫ്രെയിം ന്യൂസ് പ്ലഡ്ജ് ചെയ്ത് വർഷങ്ങൾക്ക് മുൻപെടുത്ത 6 ലക്ഷം രൂപയുടെ പലിശയും കൂട്ടുപലിശയടക്കം താൻ സെറ്റിൽ ചെയ്തു. ശരിയല്ലേ? കൂടുതൽ തെളിവുമായി ഞങ്ങൾ വരുമ്പോ താൻ ഇവിടെ തന്നെ കാണണം. ഓക്കെ? ഇതിലിവരുന്ന് സമ്മതിക്കണം. സാറേ, അവരിപ്പോ വന്നിട്ട് പോയി. എന്നെ പിടിച്ച് കുറെ കൊടഞ്ഞു. ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല. സാറിന്റെ പേര് ഞാൻ പറയൂ. അവരുടെ വണ്ടി ഒരു ഇന്നോവ, ബ്ലൂ കളർ, KL 01 AH 1362. ശരി, ഓക്കെ. ഇത് ഞാൻ ഓക്കെ ആക്കി തരാം. സത്യം സാറേ, ഞാനാ വിമൽകുമാർ. സോറി, കോൺസ്റ്റബിൾ ബൽറാം. നീയൊക്കെ ഞങ്ങളുടെ സഞ്ജന മേഡത്തെ കുടുക്കുമല്ലേ?
ആരോ വിളിച്ചിട്ട് വന്ന മാതിരി സ്റ്റുപ്പിഡ്. കീപ് ഇറ്റ് അപ്പ്. ഞാൻ നിർത്തി മിസ്റ്റർ പ്രകാശ്. ഇരിക്കും മിസ്റ്റർ പെരേര. നമുക്കൊരു ഗെയിം കൂടി കളിക്കാം. പണം ഒരു പ്രശ്നമാക്കേണ്ട. അതല്ല മിസ്റ്റർ പ്രകാശ്, എനിക്ക് പോയിട്ട് അത്യാവശ്യമായിട്ടൊരു കാര്യമുണ്ട്. അതാ എന്റെ അത്യാവശ്യം. എന്റെ പുലിക്കുട്ടി തീറ്റ പോലും കിട്ടാതെ വിഷമിക്കുകയാണ്. പുലിക്കുട്ടിയോ? വാട്ട് പുലിക്കുട്ടി മിസ്റ്റർ പ്രകാശ്? യെസ് മിസ്റ്റർ പെരേര, എന്റെ പുലിക്കുട്ടി ഉടനെ ഇവിടെ എത്തും. Sit down. എന്തായാലും മിസ്റ്റർ പ്രകാശ് പറഞ്ഞത് ഒരു കൈ കൂടി നോക്കിക്കളയാം. വെൽക്കം മൈ ബോയ്. താങ്ക് യു. ഒന്ന് പുറത്തേക്ക് വരണം പ്രൈം മിനിസ്റ്റർ ജനാർദ്ദനൻ. ഞാനോ? എന്തിന്? ചെല്ലും മിസ്റ്റർ പെരേര. വെറുതെ ബലം പിടിച്ച് മലം കളയാതെ എന്റെ മുതല കുഞ്ഞുങ്ങളോട് പോയി സംസാരിച്ചോളൂ. അവരൊന്ന് ഹാപ്പി ആയിക്കോട്ടെ. ഓ, ഈശ്വരാ, അയ്യോ. സോങ് കഴിഞ്ഞു, ഇനി സീനിലേക്ക് കിടക്കാം. എന്തിനാ പ്രകാശ് എന്നെ ഇട്ടിങ്ങനെ പീഡിപ്പിക്കുന്നത്? പീഡിപ്പിച്ചതല്ല, ഞങ്ങളൊന്ന് പേടിപ്പിച്ചതാ. ചില സമയങ്ങളിൽ ഈ സത്യം സാർ ഇങ്ങനെയാ. ചോദിച്ചിട്ടും പറഞ്ഞില്ലെങ്കിൽ ഇടിച്ചു പറപ്പിക്കുന്നതിന് പകരം ആദ്യം എടുത്തിട്ടും കലക്കും, എന്നിട്ടേ ചോദിക്കൂ. സീൻ കഴിഞ്ഞു, ഇനി ഫൈറ്റിലേക്ക് കിടക്കാം. അയ്യോ, എന്റെ കൈയൊടിക്കല്ലേ. ചോദിക്കാത്ത തന്നെ ഞാൻ എല്ലാം പറയാമേ. ഓ, നമുക്കൊന്നുകൂടി എടുക്കാൻ കയറുണ്ട്. അതൊക്കെ മതി. സാറ് പഴയ ആളായതുകൊണ്ടാ പിന്നെയും പിന്നെ എടുക്കണം തോന്നുന്നു. ഓക്കെ ഓക്കെ, അടുത്ത സീൻ എടുക്കാം. സർ ഓട്ടോഗ്രാഫ് പ്ലീസ്. നല്ല ഫീച്ചേഴ്സ് ആണല്ലോ. സിനിമയിലൊന്ന് ട്രൈ ചെയ്തൂടെ? എന്റെ പേഴ്സണൽ നമ്പർ കുറിച്ചിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ വിളിക്കാം. താങ്ക് യു സർ. അഭിനയിക്കാൻ താല്പര്യമില്ലെങ്കിലും വിളിക്കുന്നോണ്ട് വിരോധമില്ല കേട്ടോ. ഭഗവാനേ. ഇഞ്ചിഞ്ചായി എന്നെ ആ സത്യനാഥൻ തല്ലി ചതച്ചപ്പോ ഞാൻ അറിയാതെ എല്ലാം പറഞ്ഞു പോയി. എല്ലാം പറഞ്ഞു. തല്ലി നുറുക്കിയിട്ടും ഞാൻ സാറിന്റെ പേര് പറഞ്ഞില്ല. പക്ഷെ ചന്ദ്രന്റെ കാര്യം മതിയല്ലോ. ബാക്കി അവൻ ചന്ദ്രനെ കൊണ്ട് പറയിപ്പിക്കും. വിവരമില്ലാത്തവൻ. സത്യനാഥനോട് പറഞ്ഞേ പോട്ടെ. അയാൾക്ക് ഈ കേസിൽ വലിയ റോളൊന്നുമില്ല. CBIയുടെ അടുത്ത് താൻ വായോർക്കാരുന്നാ മതി. ഇതുവരെ എല്ലാ പ്ലാനിങ് കൃത്യമായിരുന്നു. ഇന്നലെ CBIക്കാരെ വഴിയിൽ തടഞ്ഞു നിർത്തി ആക്രമിച്ചത് ആ സഞ്ജനയുടെ ആളുകളാണെന്ന് അവർ വിശ്വസിച്ചിരിക്കുന്നത്. സാർ ഷോട്ട് റെഡി. ഓ, അനിയൻ ചെല്ല്. നാളെ പടം റിലീസൊന്നും അല്ലല്ലോ. സത്യനാഥനിപ്പോ ലീവില. താനൊരു കാര്യം ചെയ്യും. അനാവശ്യമായ അയാൾ തന്നെ തട്ടിക്കൊണ്ടുപോയി തല്ലിച്ചതച്ചു എന്നൊരു പരാതി എഴുതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്ക്. എന്നിട്ട് നേരെ പോയി ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകും. ചന്ദ്രന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്ത് ചെയ്യാനാ ഉദ്ദേശം? സുഗമമായ സഞ്ചാരത്തിനിടയിൽ കാറിൽ തറയ്ക്കാൻ സാധ്യതയുള്ള ചില മുള്ളുകളെ പിഴുതു കളയേണ്ടി വരും. സിനിമയിലായാലും ജീവിതത്തിലായാലും.